അമ്മയെ വിട്ട് അമ്മായിയമ്മയെ തേടി അഭിനയ തൊഴിലാളികൾ. അഭിനേതാക്കളെ താരങ്ങൾ എന്ന് വിളിക്കരുതെന്നും ഇവരുടെ സംഘടനയുടെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന അമ്മ എന്ന പേര് മാറ്റി അഭിനയ തൊഴിലാളി യൂണിയൻ എന്നാക്കണമെന്ന് ITV ന്യൂസ് പറഞ്ഞപ്പോൾ പലർക്കും ആദ്യം അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. നമ്മുടെ മഹാവിടന്മാരെയൊക്കെ എങ്ങനെ തൊഴിലാളികളുടെ ഗണത്തിൽപ്പെടുത്തും എന്നൊക്കെ പലരും ആശങ്കപ്പെട്ടു. എന്നാൽ അഭിനേതാക്കൾക്ക് തന്നെ ആ തിരിച്ചറിവ് വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ ഒരു പുതിയ അഭിനയ തൊഴിലാളികളുടെ സംഘടനയുണ്ടാക്കി തങ്ങളെ കൂടി കൂട്ടാമോ എന്ന് ചോദിച്ച് വിവിധ ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മയായ ഫെഫ്കയെ സമീപിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ നാണം കെട്ട് നാറി അമ്മ എന്ന അഭിനയ തൊഴിലാളി സംഘടനയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടിപടലം രാജിവെച്ച് ഓടി രക്ഷപ്പെട്ടിരുന്നു. സെക്ഷൽ പെർവേർട്ടുകളായ പല ഉടന്മാരുടെയും ശ്വാസം ഇപ്പോഴും നേരെ വീണിട്ടില്ല. ഓരോ ദിവസവും ഓരോരുത്തരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന സാഹചര്യത്തിലാണ് അഭിനയ തൊഴിലാളി സംഘടനയിൽ വലിയ വിള്ളൽ വീണു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. അമ്മ എന്ന അർത്ഥവത്തായ പേരിൽ ഒരു അലവലാദികളുടെ കൂട്ടായ്മ ഉണ്ടാക്കി മഹാവിടന്മാർക്ക് സൊള്ളാനും സല്ലപിക്കാനും വ്യഭിചാരം നടത്തുവാനും വേണ്ടിയുള്ള ഒരു മറ മാത്രമായിരുന്നു ഇതുവരെ. പേരിനൽപ്പം ചാരിറ്റിയും കോടികൾ പ്രതിഫലം മേടിക്കുന്ന മഹാവിടന്മാരും ഇവരുടെ സംഘടനയിൽ ഒരു അംഗമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഓർഗാസം അനുഭവപ്പെടുന്ന ഒരു പറ്റം ഈയാമ്പാറ്റകളുടെ ഒരു റിക്രിയേഷൻ ക്ലബ് എന്നതിൽ നിന്നും ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള ഒരു സംഘടനയാക്കി മാറ്റണം എന്ന് ഒരു പറ്റം അഭിനയ തൊഴിലാളികൾ ആഗ്രഹിച്ചെങ്കിൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടുന്നത്. അഭിനയ തൊഴിലാളികൾ ചേർന്ന് ട്രേഡ് യൂണിയൻ സ്വഭാവത്തോടെയുള്ള ഒരു സംഘടന ഉണ്ടാക്കുവാൻ പോവുകയാണെന്നും തങ്ങൾക്ക് ഫെഫ്കയിൽ അംഗത്വം വേണമെന്നാവശ്യപ്പെട്ട് 20ഓളം പേർ ഇക്കാര്യവുമായി തന്നെ സമീപിച്ചെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തി. അമ്മയിലെ ചിലര് ഒരു ട്രേഡ് യൂണിയൻ ഫോം ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവര് എന്നെ വന്ന് കാണുകയും ചെയ്തിട്ടുണ്ട്. നടീനടന്മാർ അവർക്ക് ഇപ്പോൾ ഉള്ള സംഘടനയുടെ സ്വരൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ട്രേഡ് യൂണിയൻ ഫോം ചെയ്താൽ കൊള്ളാമെന്നുള്ള താല്പര്യം അതിനകത്തുണ്ട്. നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മുംബൈയിൽ ഫെഡറേഷൻ്റെ ഭാഗമാണ് സിനിമയിലെ നടീനടന്മാർ. ട്രേഡ് യൂണിയനായിട്ട് തന്നെ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ടാകുമോ എൻ്റെ അടുത്ത് ചിലരെങ്കിലും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അങ്ങനെ ഒരു കൺസേൺ ഇല്ല. കാര്യം നമുക്കിപ്പോൾ 21 യൂണിയനുകളുണ്ട്. പുതിയൊരു യൂണിയനെ അഫിലിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ജനറൽ കൗൺസിലിൻ്റെ അംഗീകാരം വേണം. അതിനൊരു ഒരു തടസ്സവും ഇല്ല, ആവണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ എത്ര വലിയ താരങ്ങളായാലും അടിസ്ഥാനപരമായി ഒരു ചലച്ചിത്ര തൊഴിലാളിയാണ് നിങ്ങൾ. അതിനകത്ത് യാതൊരു തരത്തിലുള്ള സംശയവും ആവശ്യമില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ മമ്മൂട്ടി വളരെ മുമ്പേ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നോട് അദ്ദേഹം എത്രയോ തവണ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ട്രേഡ് യൂണിയൻ ആകുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ ആവണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഞങ്ങളിൽ അഫിലിയേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യം. അല്ല, ഞങ്ങൾക്കിപ്പോൾ പുതിയൊരു അഫിലിയേറ്റിനെ താല്പര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അവർക്ക് ട്രേഡ് യൂണിയൻ ഫോം ചെയ്യാം, അത് അവരുടെ റൈറ്റാണ്. അത് നമ്മളിലേക്ക് അഫിലിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അത് ഞാൻ ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ലല്ലോ. ഫെഫ്ക ജനറൽ കൗൺസിൽ കൂടണം. ഇപ്പോൾ ടെലിവിഷൻ രംഗത്ത് ഞങ്ങൾ ഒരു സംഘടന 8 മാസമായി ഉണ്ടാക്കിയിട്ട് 1 വർഷമാകുന്നു. 1 വർഷമാകുമ്പോൾ 2500ഓളം ആളുകളുണ്ട് അതിനകത്ത്. പക്ഷെ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ 2 വർഷം ഉണ്ടായിരുന്നു. വലിയ മാറ്റങ്ങളാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ടെലിവിഷൻ മേഖലയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അതിലുണ്ടായ മാറ്റങ്ങൾ എൻ്റെ ആ വിശകലന രേഖയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ടെലിവിഷൻ രംഗത്ത് നമ്മളുണ്ടാക്കിയ മാറ്റങ്ങൾ എന്താണ്. അപ്പോൾ ആക്ടേഴ്സിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഫിലിം ആക്ടേഴ്സിൻ്റെ ഒരു സംഘടന നമ്മൾ ട്രേഡ് യൂണിയനായിട്ട് ഉണ്ടാക്കി ഫെഫ്ക അഫിലിയേറ്റ് ചെയ്യുന്ന വലിയ ഉത്തരവാദിത്വമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനറൽ കൗൺസിൽ ചർച്ച ചെയ്യണമെങ്കിൽ അവർ ട്രേഡ് യൂണിയൻ ഫോം ചെയ്യണം. ഫോം ചെയ്ത് ഫോർമലായിട്ട് ഞങ്ങൾക്കൊരു അപേക്ഷ തരണം. അതല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങളിലാണ് അഫിലിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് കൃത്യമായ പേര് വിവരങ്ങളോടെ എഴുതി തന്നാൽ മാത്രമേ ജനറൽ കൗൺസിലിൽ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഉണ്ട്. എനിക്ക് തോന്നുന്നത് അവർക്ക് ഇപ്പോഴത്തെ ഒരു ഈ കാലത്ത് ഒരു ട്രേഡ് യൂണിയൻ ആകേണ്ടതിൻ്റെ ആവശ്യകത ഈ സന്ദർഭം അവരെ നിർബന്ധിക്കുന്നുണ്ട്. ആ ആവശ്യകതയെക്കുറിച്ച് അവർക്ക് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്.
പരിഗണിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അവർ തീരുമാനമെടുക്കണം, ഫോർമലായിട്ട് റിക്വസ്റ്റ് തരണം. റിക്വസ്റ്റ് തന്നാലും എളുപ്പത്തിൽ അത് പരിഗണിക്കപ്പെടാൻ നമുക്കിപ്പം നിർവാഹമില്ല. അമ്മയുടെ പ്രവർത്തന രീതിയോട് ആഭിമുഖ്യമില്ലാത്തവരും തൊഴിൽ നിഷേധം അടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെടാത്ത സംഘടനാ രീതി മാറ്റണമെന്ന ആവശ്യമുള്ളവരുമൊക്കെയാണ് പുതിയ സംഘടന രൂപീകരിക്കണമെന്ന അഭിപ്രായമുള്ളവർ. അതുകൊണ്ട് തന്നെ അമ്മയിൽ തുടർന്നുകൊണ്ട് പുതിയ സംഘടന രൂപീകരിക്കുമോ അതോ അമ്മയെ പിളർത്തിക്കൊണ്ട് പുതിയ സംഘടന ഉണ്ടാക്കുമോ എന്നതാണ് ഇനി അറിയുവാനുള്ളത്. തങ്ങൾ മാറ്റ എന്ന സാംസ്കാരിക സംഘടനയിലും ഫെഫ്കയിലും അംഗമാണെന്നും ഈ രീതി അഭിനേതാക്കൾക്കും പിന്തുടരാമെന്നും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്. എന്നാൽ ഏറെക്കുറെ നിർജീവമായ അവസ്ഥയാണിപ്പോൾ മാക്ടയുടേത്. പുതിയ സംഘടന വന്നാൽ അമ്മയുടെ അവസ്ഥയും ഏതാണ്ട് ഈ അവസ്ഥയിലെത്തുമോ എന്നതും പ്രധാനമാണ്. ഈ വിഷയത്തിൽ സംവിധായകനും സിനിമാ സംബന്ധമായ മേഖലയിൽ കൃത്യമായ നിരീക്ഷണം നടത്തുന്ന വ്യക്തിയുമായ ശാന്തിവിള ദിനേശിന്റെ വ്യത്യസ്തമായ അഭിപ്രായം കേൾക്കാം. അമ്മ ഏകദേശം പിളർപ്പിലേക്ക് ഏതാനും പേർ, ഒരു 20ഓളം പേർ ഫെഫ്കയിൽ അംഗത്വം തേടി സമീപിക്കുകയുണ്ടായത്. എത്രത്തോളം ഒരു പ്രാക്ടിക്കലാണ്? അഭിനേതാക്കൾക്ക് ഒരു സംഘടന എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലാണ്. അല്ല, എനിക്കത് കേട്ടപ്പോൾ അതിശയമാണ് തോന്നിയത്. കാരണം ട്രേഡ് യൂണിയൻ സംസ്കാരത്തിലേക്ക് മാക്ടയിൽ നിന്ന് ടെക്നീഷ്യന്മാരുടെ സംഘടനയായ മാക്ടയിൽ നിന്ന് ഫെഫ്ക ഉണ്ടാവാൻ എളുപ്പമാണ്. പക്ഷെ അമ്മയിൽ നിന്ന് ഒരു ട്രേഡ് യൂണിയനിലേക്ക് അല്ലെങ്കിൽ ഫെഫ്കയിൽ 22ാമത്തെ യൂണിയനായിട്ട് അഫിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു വന്നാൽ അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ട്രേഡ് യൂണിയൻ സംസ്കാരത്തിൽ ഒരിക്കലും അഭിനേതാക്കളെ ചട്ടക്കൂട്ടിനുള്ളിൽ കൊണ്ടുവരാൻ പറ്റില്ല. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന കാൾ ഷീറ്റിന് ലൈറ്റ് ബോയ്സ് അടക്കമുള്ള, അല്ലെങ്കിൽ പാത്രം കഴുകുന്ന പയ്യൻ അടക്കമുള്ള, മേക്കപ്പ് അസിസ്റ്റന്റ് അടക്കം, മേക്കപ്പ് മാൻ അടക്കം എല്ലാ ടെക്നീഷ്യന്മാരും 6 മണിക്ക് എത്തും. പക്ഷെ ഇപ്പൊ തന്നെ വർത്തമാനകാല മലയാള സിനിമയിൽ 10 മണിക്ക് മുമ്പ് സെറ്റിലെത്തുന്ന എത്ര നായകന്മാരുണ്ട്. ഒന്നാമത് പകുതിയിലധികത്തിനും ഷുഗർ ഉണ്ട്, പിന്നെ പൈൽസ്, അങ്ങനെ എല്ലാം രോഗം പിടിച്ച ബാച്ചുകളാണ്. കാരണം ഈ എക്സസൈസ് ഒന്നും ഇല്ലാതെ കണ്ടവൻ കൊടുക്കുന്ന ആഹാരമൊക്കെ വാരി വലിച്ചൊക്കെ തിന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗികളാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവൻ രാത്രി ഉറങ്ങുന്നത് ചിലപ്പോൾ വളരെ വൈകിയായിരിക്കും. കാരണം ഇവൻ അടുത്ത പ്രോജക്റ്റ്, അടുത്ത പരദൂഷണം, ഇതൊക്കെ സംസാരിച്ച് തീർന്ന് ഉറങ്ങുമ്പോൾ ചിലപ്പോൾ 1 മണിയോ 2 മണിയോ ആവും. നാളത്തെ സീനിന്റെ ചർച്ച എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകും. അപ്പൊ ഫലത്തിൽ അവൻ വരുന്നത് 10-11 മണിക്ക് വന്നാൽ അവൻ കാരവാനിൽ കയറി ഇരുന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് അവിടെ ഇരുന്ന് വാചകം അടിച്ച് അവനെ കാണാൻ വന്ന, പുതിയ കഥ പറയാൻ വന്നവന്റെ കഥ കേട്ട് എല്ലാം കഴിഞ്ഞ് അവൻ ഇറങ്ങി വരുമ്പോൾ, ഇന്നലെ തന്നെ പ്രശസ്ത നിർമ്മാതാവ് സാന്ദ്ര തോമസ് പറഞ്ഞ കേട്ട് 15ഓ 20ഓ പ്രാവശ്യം പലരായിട്ട് പോയി വിളിച്ചാൽ മാത്രമേ പല നായകന്മാരും ഇറങ്ങി വരൂ. എന്നാൽ 6 മണിക്ക് ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ 6:55 മോഹൻലാൽ സെറ്റിലെത്തും. ഞാൻ നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്ക് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്നാണ് ഇന്നലെ സാന്ദ്ര തോമസ് പറഞ്ഞത്. അപ്പൊ 11 മണിക്ക് വരുന്നവൻ മേക്കപ്പും ഒക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ച് അതിന്റെ പെലവിളി അടിയന്തരമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ 12 മണിയാവും. 12 മണിക്ക് വന്നാൽ 1 മണിക്ക് ബ്രേക്ക് ആവില്ല. അതിനിടയ്ക്ക് എത്ര ഷോട്ട് എടുക്കാൻ പറ്റും? 1 മണിക്ക് ബ്രേക്ക് ആയാൽ 2 മണി വരെ 1 മണിക്കൂർ ബ്രേക്ക് ആണല്ലോ. 2 മണി കഴിഞ്ഞാൽ 2 മണിക്കൊന്നും ജനറേറ്റർ ഓൺ ആവില്ല. കാരണം ബാക്കി ടെക്നീഷ്യന്മാർ എല്ലാം കിടന്നുറങ്ങും. ഒരു 2, 2:30, 3 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കട്ടൻ ചായ വരാൻ പറയും. കട്ടൻ ചായ കൊണ്ടൊന്ന് കുടിച്ച് പിന്നെ ഒന്നുകൂടെ മേക്കപ്പ് ഒക്കെ ടെസ്റ്റ്, ഒന്നുകൂടെ മേക്കപ്പ് ഒക്കെ അഴിഞ്ഞു പോയതൊക്കെ ഒന്നുകൂടെ ശരിയാക്കി ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വീണ്ടും ആവും 4 മണി. 4 മണിക്ക് വന്നാൽ പകൽ സീൻ എന്ന് പറയുമ്പോൾ ഒരു 5-5:30 നിർത്തണ്ടേ. അപ്പൊ ഇവന്റെ എത്ര സീൻ എടുക്കുക? അതാണ് ഈ 20 ദിവസം, 15 ദിവസം, 18 ദിവസം കൊണ്ട് എടുത്തോണ്ടിരുന്ന സിനിമയെല്ലാം 100 ദിവസം, 150 ദിവസം എന്ന് പറഞ്ഞ് മാറിയത് അതുകൊണ്ടാണ്. ഇപ്പൊ ഒരു ദിവസം ഷൂട്ടിംഗ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ 5 ലക്ഷം രൂപയുടെ ചെലവുണ്ട് ഒരു ദിവസത്തേക്ക്. അപ്പോൾ 100 ദിവസം ഷൂട്ട് ചെയ്യുന്ന പടത്തിന് ആ 5 ലക്ഷം വെച്ച് കുടിച്ചു നോക്കി 20 എത്രയായിരുന്നു? 5 കോടി പോയില്ലേ? ഇങ്ങനെ എന്താ പറയാ, സിനിമ മൊത്തത്തിൽ മാറിക്കിടക്കുമ്പോ ഇതിൽ നിന്ന് അമ്മയുടെ തലപ്പത്ത് നിൽക്കുന്ന ആളുകളോട് ഉടക്കാനുള്ള ശേഷി ഇല്ലാത്തവരായിരിക്കണം ഉണ്ണികൃഷ്ണനെ കണ്ട 20 പേര്. ആ 20 പേര് ചേർന്നൊരു യൂണിയൻ ഉണ്ടാക്കാൻ ചെന്നാൽ, ഒന്നാമത് ഫെഫ്കയ്ക്ക് അങ്ങനെ ഇവരുടെ ഒരു യൂണിയൻ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഫെഫ്കയ്ക്ക് പെപ്സിയുടെയും ഐഫക്കിന്റെയും, ഇന്റർനാഷണൽ സംഘടനയായ ഐഫക്കിന്റെയും പെപ്സിയുടെയും അനുവാദം വേണം. ഇപ്പൊ മദ്രാസിൽ നടികർ സംഘവും സഹനടികർ സംഘവും ഉണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സഹനടികർ സംഘവും ആർട്ടിസ്റ്റുകൾക്ക് നടികർ സംഘവും ശക്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പെപ്സിയിലൊന്നും ഈ അഭിനയ തൊഴിലാളികൾക്ക് അഡ്മിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഫെഫ്കയിൽ എളുപ്പമല്ല ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ. ഈ ആദ്യമേ ഇവന്മാർക്ക് ഒരു തൊഴിലാളികളാണെന്നുള്ള ഒരു ബോധം ഉണ്ടാകുകയും ഇവരങ്ങനെ ഒന്നിച്ചെത്തിക്കുന്ന ഒരു തരത്തിൽ നല്ലതല്ലേ? അതെ, പക്ഷെ ഇവരൊരിക്കലും തൊഴിലാളി അല്ലല്ലോ. ഇവരൊരു ക്രിയേറ്റർ അല്ലേ? ഇവരെങ്ങനെ തൊഴിലാളിയാവും? ടെക്നീഷ്യൻ അല്ലല്ലോ, പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റ് അല്ലേ. അതാണ് അഭിനയ തൊഴിൽ. കാരണം അത് ഒരു പ്രൊഫഷൻ ആണല്ലോ, പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ മാറുമായിരിക്കും, അങ്ങനെ ഇനി അങ്ങോട്ട് മാറുമായിരിക്കും. കാരണം 2 കാൾ ഷീറ്റ് ഡേറ്റ് തരണമെങ്കിൽ എനിക്ക് ഒരു ദിവസം ഇത്ര. ഇപ്പൊ 1 ലക്ഷം രൂപ പോസ്റ്ററിൽ മോന്ത വെച്ചാൽ അയ്യോ എവളുണ്ടോ എന്ന് അറിയാത്തവര് ഇപ്പൊ ചോദിക്കുന്ന പെർ ഡേ 3 ലക്ഷം രൂപയൊക്കെയാണല്ലോ. ഒരു മുഖം കാണിച്ചാൽ പോലും അയ്യോ ഇയാളുണ്ടോ ഇതിൽ, എന്നാ ഒന്ന് കണ്ടയക്കാമെന്ന് പറയുന്നത്. ഇപ്പൊ ജഗതിയൊക്കെ ഉണ്ടാക്കിയെടുത്തോല്ലോ ഒരു പോപ്പുലാരിറ്റി ഉള്ള ഒരാളും ഇപ്പൊ വർത്തമാനകാല മലയാള സിനിമയിൽ ഇല്ല.
അപ്പൊ അങ്ങനെയുള്ളവർ വരെ പെർ ഡേ 5 ലക്ഷം വേണം 3 ലക്ഷം വേണം എന്ന് പറയുന്ന നാട്ടിൽ, അല്ലെങ്കിൽ നായകനായിരുന്ന കാലത്ത് 75,000 രൂപയ്ക്ക് അഭിനയിച്ചുകൊണ്ടിരുന്ന അവൻ ഇപ്പൊ സ്വഭാവ നടനായപ്പോ വാങ്ങിക്കുന്ന 3 ലക്ഷം 4 ലക്ഷമാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരാളെ വിളിച്ചപ്പോ എന്താ പറഞ്ഞു, ദിനേശേ നിങ്ങളുടെ സീരിയൽ എമൗണ്ട് ഒന്നും എനിക്ക് നടക്കില്ല, കാരണം പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ ഞാൻ പെർ ഡേ 4 ലക്ഷം രൂപ വാങ്ങുകയാണ്. ഞാൻ പറഞ്ഞു അയ്യോ ഒരുപാട് സന്തോഷം ചേട്ടാ, നടക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അപ്പൊ ഒരു ദിവസം ഒരു സീനിലോ 2 സീനിലോ അഭിനയിക്കുന്ന ഒരു സ്വഭാവ നടന് 4 ലക്ഷം രൂപ കൊടുക്കേണ്ട ഗതികേടിലാണ് മലയാള സിനിമ. അപ്പോ അവനൊരു 40 സീനിൽ വരുമെങ്കിൽ എത്ര ദിവസം കൊണ്ടായിരിക്കും അവന് ചിത്രീകരിക്കുന്നത്? അപ്പൊ അവൻ ഒരു വലിയ എമൗണ്ട് വാങ്ങിച്ചോണ്ടാ പോണേ. നമ്മൾ ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ദിലീപിന്റെ ഒക്കെ വലിയ എമൗണ്ട് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. യവന്മാര് ദിവസം വീതിച്ചു കൊടുത്തിട്ട്, അപ്പൊ ഒരു ദിവസം 4 രൂപ വെച്ചാണെങ്കിൽ അവൻ മിക്കവാറും ഒരു 25 ദിവസം അവന് വർക്ക് കാണും. അപ്പൊ അവന് രൂപ എത്രയെന്ന് അലച്ചു, 1 കോടി രൂപ അവന്റെ കൈ വരെയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും ഒരു സൈഡ് ആർട്ടിസ്റ്റ് അല്ലെന്ന്. അതുപോലെ തന്നെ ഇവിടെ ഉത്സവ പറമ്പുകളിലും മിമിക്രി കളിച്ച് കിടന്ന, അല്ലെങ്കിൽ ഒരു വകയ്ക്കും കൊള്ളാതെ 24 മണിക്കൂറും വെള്ളവും അടിച്ച് കോണിരിഞ്ഞ് കിടന്നവൻ വരെ ഇപ്പൊ കാരവാനും കൊണ്ടാ വരണം. വാടകയ്ക്ക് എടുത്ത ഒരു കാരവാനും കൊണ്ടാണ് രാവിലെ വരണേ. എനിക്ക് ഒരുത്തന്റെ പേര് കേട്ടപ്പോ ഞാൻ അറിയാതെ ചിരിച്ചുപോയി. കാരണം ഉത്സവ പറമ്പിൽ പോലും അടി വാങ്ങിച്ചിട്ട് പോണവനാണ് വെള്ളം അടിച്ചു വന്നിട്ട്. അവനൊക്കെ ഇപ്പം കാരവാനും വാടകയ്ക്ക് കാരവാനും എടുത്തോണ്ട് സെറ്റ് വരണം. ആലോചിച്ച് നോക്കി, അവൻ ഇരിക്കുന്ന ആ കാരവാനിലാണ്. അപ്പൊ അവനെ ഈ അസിസ്റ്റന്റ്, എനിക്ക് സഹതാപം, എനിക്ക് സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ അവസ്ഥ ഉണ്ടാവുന്നതിന് മുമ്പേ അസിസ്റ്റന്റ് ഡയറക്ടറെയും സഹസംവിധായകന്റെ ഒക്കെ പണി വിട്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസമാണ്. കാരണം ഈ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ചെന്ന് കാരവാന്റെ മുന്നിൽ ഈ വെള്ളം അടിച്ച് കോണിരിഞ്ഞ് അതിന്റെ അകത്തിരിക്കുന്നവനെ വിളിക്കാൻ വേണ്ടി പോയി നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേടെ. ഇവനെ ഒരു 10 പ്രാവശ്യം വിളിച്ചാലേ ഇറങ്ങി വരും. ഇപ്പൊ സാന്ദ്ര തോമസിനെ പറയുന്നു 15-20 പ്രാവശ്യവും ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടർ ക്ലാപ്പ് കാണിക്കുന്നവൻ മുതൽ ഓരോ ഗ്രേഡിലുള്ളവർ ചെന്ന് വിളിച്ചാലും അവസാനം അസോസിയേറ്റ് ഡയറക്ടറും ചെന്ന് വിളിച്ചാലും ഇറങ്ങി വരാത്ത മോഹന്മാരുണ്ടെന്നാണ് പറഞ്ഞത് മലയാള സിനിമ. ഈ പറഞ്ഞ പോലെ ഈ താരം എന്ന പദം ഉപയോഗിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? താരം എനിക്ക് നല്ല അഭിപ്രായം. പക്ഷെ താരമായിരിക്കണം, അതാണ് പ്രശ്നം. നിങ്ങളെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന രജനീകാന്തിനെ വിളിച്ചാൽ മനസ്സിലാക്കാം. കാരണം അയാള് കോയമ്പത്തൂർ പോലുള്ള ഒരു ഏരിയയും വാങ്ങിച്ച് 100-150 കോടി വാങ്ങിക്കുന്നെങ്കിൽ അത് 1000 കോടി കളക്ട് ചെയ്യുന്നെങ്കിൽ അയാളാണ് താരം. അല്ലെങ്കിൽ വിജയ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ കേരളത്തിൽ മാത്രം ഗോകുലം ഗോപാലൻ 700 തിയേറ്ററുകളിൽ 4 ഷോ ചാലിച്ചു നോക്കിയേ, 2800 ഷോ ഒരു ദിവസം. അവനാണ് താരം. പക്ഷെ ഇവിടെ ഈ പൊട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞ കാരവാനം കൊണ്ട് കിടക്കുന്ന ഈ മിമിക്രി പൊട്ടൻ വരെ പറയണത് ഞാൻ താരം എന്നാണ് വിചാരിച്ചു വെച്ചേക്കണം. മനസ്സിലായ? യവന്റെ മോന്ത കണ്ടാൽ കയറില്ല ആരും, പക്ഷേ അവനും താരമാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നമെന്നേ. ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പൊ നിങ്ങൾ സിനിമ മാത്രം എടുക്കണ്ട, സീരിയൽ എടുത്തു നോക്കൂ. 15,000 രൂപയ്ക്ക് ഇന്നലെ വന്ന പെണ്ണൊക്കെ 15,000 രൂപയ്ക്ക് കേൾക്കട്ടെ പെർ ഡേ. അത് എനിക്ക് സ്വന്തം ഡ്രസ്സ് എടുക്കട്ടെ, മേക്കപ്പ് മെറ്റീരിയൽ വാങ്ങിക്കാൻ പൈസ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം 15,000. അവൾ എത്ര മണിക്കൂർ സീരിയൽ രംഗത്ത് വർക്ക് ചെയ്യുന്നു എന്ന് അന്വേഷിച്ച് നോക്കി. പക്ഷെ സിനിമയേക്കാൾ ഭേദമാണ്. കാരണം സിനിമയില് ഒരു നായികയ്ക്കോ നായകനോ ഒക്കെ ഒരു 3 മണിക്കൂർ പോലും ഒരു ദിവസം അഭിനയിക്കണ്ട. പക്ഷെ സീരിയലിലാവുമ്പോ 8 സീൻ എടുക്കണം, അല്ലെങ്കിൽ 15 സീൻ എടുക്കുന്ന ആ സീനിൽ അത്രയും പറയണ്ടേ. എങ്കിലും എല്ലാം മാറിപ്പോയി. അതാണ് പ്രശ്നം. പൈസ വന്നിങ്ങനെ കുമിയാണെന്ന്, എവിടുന്നൊക്കെയോ കൊണ്ടുവരുന്ന പൈസകൾ വാരി ഇറങ്ങൽ. ഇവിടെ പടം കുത്തുപാള എടുത്ത് പൊളിഞ്ഞാലും നിർമ്മിക്കാൻ ആളിഷ്ടം പോലെ ഇറങ്ങിയല്ലേ. അതാണ് പ്രശ്നം. വലിയവന്മാരെന്താ മാറിയിരിക്കണേ. ഇപ്പം ഞാൻ കേട്ട രഞ്ജിത്തൊക്കെ എത്ര കാലം കൂടിയിട്ടാണ് ഓരോ സിനിമ എടുക്കണത്. അയാൾ വളരെ പ്ലാൻ ചെയ്ത് വിറ്റ് പോകുമെന്ന് ഉറപ്പായ. ഇപ്പൊ സുരേഷ് കുമാർ എന്തുകൊണ്ടാ പടം എടുക്കാത്ത? അയാൾ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന പൈസ മതി എന്ന് വിചാരിച്ചതാണ്. കാരണം അയാളൊക്കെ വളരെ കണക്ക് കൂട്ടിയല്ലേ സിനിമ എടുക്കും. പൊളിഞ്ഞാൽ പോലും കൈ പൊള്ളൂല. ഇത് അതല്ലല്ലോ. ഇത് എവിടെന്നെങ്കിലും എല്ലാം ഒപ്പിച്ചേരാൻ വരാൻ പറഞ്ഞ് വിളിച്ച് 10 പെമ്പിളരെ കിട്ടുമെന്ന് കാണുമ്പോൾ ചാടി ഒരു പെട്ടി നോട്ടുമായിട്ട് അങ്ങ് ഇറങ്ങിയല്ലേ. കുത്തുവാള എടുത്തല്ലേ തിരിച്ചു പോകണം. എന്ത് ചെയ്യാൻ പറ്റും? അതാണ് അവസ്ഥ. അപ്പൊ ഈ ആർട്ടിസ്റ്റുകൾ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയാൽ അത് എവിടം വരെ എത്തുമെന്ന് എനിക്കുണ്ടാവും. ഈ അമ്മയുടെ ഭാവിയെ കുറിച്ച് എന്ത് തോന്നുന്നു? ഇത്തരത്തിൽ ചിന്ന ഭിന്നമായി പോകുമോ, അതോ അതുപോലെ തന്നെ തുടരുമോ, അതോ പുതിയ ആളുകളുടെ പ്രൊഫഷൻ? എനിക്ക് ട്രേഡ് യൂണിയൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അമ്മയെ വേറെ എന്തിലൊക്കെ നമുക്ക് തള്ളി പറഞ്ഞാലും ഒരു നേരത്തെ ഇൻസുലിൻ വാങ്ങാൻ നിവർത്തിയില്ലാത്ത, അല്ലെങ്കിൽ ഒരു നേരത്തെ ചായ കുടിക്കാൻ നിവർത്തിയില്ലാത്ത എത്രയോ പേർക്ക് കൈനീട്ടമെന്ന് പറഞ്ഞാൽ 5,000 രൂപ കൊടുക്കുന്നു മാസം. സൗജന്യ വീട് വെച്ചു കൊടുക്കുന്നു, സൗജന്യമായി എന്താ പറയുക ചികിത്സാ ചെലവ്, ഇൻഷുറൻസ് ഫ്രീ ആണ്. അങ്ങനെയൊക്കെ കുറെ ചാരിറ്റി ചെയ്യുന്നത് ആ പാവങ്ങൾക്ക് അമ്മ പൊളിഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടാവും. കാരണം ലോട്ടറി നിർത്തിയാൽ ലോട്ടറി വിൽക്കുന്ന അന്ധനായ ചെറുപ്പക്കാരെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചതുപോലെ ഒരു സുപ്രഭാതത്തിൽ അമ്മ മതിയാക്കുകയാണെന്ന് പറഞ്ഞാൽ കുറെ പേരുടെ ജീവിതം ദുസ്സഹമാവും. ഈ മമ്മൂട്ടിയും മോഹൻലാലും പറഞ്ഞ പോലെയുള്ള വലിയ താരങ്ങൾക്കൊന്നും ഇത് അമ്മ പ്രശ്നമല്ല. അവർക്കൊന്നും അമ്മ ഇല്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ഈ താഴേക്കിടയിലുള്ള ഒരുപാട് പേര്, അല്ലെങ്കിൽ ഒരു 2, 3, 5 വർഷമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കാത്ത ഒരുപാട് പാവങ്ങൾ അതിൽ അംഗത്തുള്ളവരുണ്ട്. അവരുടെ കാര്യം കഷ്ടമാവും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അമ്മ നിലനിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മ നിൽക്കും. ഈ ട്രേഡ് യൂണിയൻ വിജയിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രേഡ് യൂണിയൻ വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, അഭിനയ തൊഴിലാളികൾ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കണം എന്ന് തന്നെയാണ്. കാരണം ആദ്യം തങ്ങളൊരു തൊഴിലാളികൾ ആണെന്ന് തിരിച്ചറിവ് ഇവർക്കുണ്ടാവണം. അതുപോലെ
പ്രൊഡ്യൂസർ എന്ന പണം മുടക്കുന്നവനോട് കൃത്യമായ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ കടപ്പാട് ഉള്ളവനാണ് താനെന്ന ബോധവും ഇവർക്കുണ്ടാവണം. തിരിച്ചും രണ്ടു കൂട്ടർക്കും നിയതമായ ഗൈഡ് ലൈനുകൾ ഉണ്ടാകുമ്പോൾ അത് ആരെങ്കിലും പാലിക്കപ്പെടാതെ വരുമ്പോഴാണ് ഈ സംഘടനയുടെ പ്രസക്തി. ധാരാധിപത്യം പൊളിക്കണം, ഇവരുടെ ഇൻഡസ്ട്രി വിഴുങ്ങൽ അടക്കിഭരിക്കൽ അവസാനിപ്പിക്കണം. അഭിനേതാക്കളുടെ സിദ്ധി അനുസരിച്ച് വേണമെങ്കിൽ ക്ലാസിഫിക്കേഷൻ നടത്താം, അതിനനുസരിച്ച് വേതനവും നിശ്ചയിക്കണം. ഈ സോക്കോൾഡ് മഹാവിടന്മാർ അവരുടെ തന്നെ പ്രൊഡക്ഷൻ ഹൗസുകളുടെ സഹായത്താൽ സ്വന്തമായി പടം നിർമ്മിച്ചിറക്കി ഇൻഡസ്ട്രി അടക്കി വാഴുന്നതിനും വിഴുങ്ങുന്നതിനും നിയന്ത്രണം ഉണ്ടാവണം. നിലവിലുള്ള സംഘടനകൾ മഹാവിടന്മാരുടെ വെറും ചട്ടുകൾ മാത്രമാണെന്ന് മനസ്സിലാക്കണം. കാരണം ഈ സംഘടനകളെ തമ്മിൽ അടിച്ചു പിരിച്ചത്, ഇവിടെ തലപ്പത്ത് തങ്ങളുടെ സിൽബന്ധികളെ കൊണ്ട് വെച്ചത് ഈ സോക്കോൾഡ് മഹാവിടന്മാർ തന്നെയാണെന്ന് മറക്കരുത്. ഈ വേരുകളാണ് അറക്കപ്പെടേണ്ടത്. പടം 8 നിലയിൽ പൊട്ടിയാലും നായക നടന് കിട്ടേണ്ടത് കിട്ടും എന്ന അവസ്ഥ മാറണം. അവർക്കും കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം ആ പ്രോജക്റ്റിനോട്. അതുപോലെ ഫാൻസ് അസോസിയേഷൻ എന്ന അടിമകളുടെ സംഘടനകളെ പിരിച്ചുവിടണം. ഔദ്യോഗിക ഫാൻസ് അസോസിയേഷനുകൾ ഉള്ള വിടന്മാരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. ആര്? പ്രേക്ഷകർ. നിങ്ങൾ പോയി കണ്ടെങ്കിലല്ലേ ഇവന്മാർ ആളാവൂ. മലയാള സിനിമയിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ നിലവിലുള്ള സംഘടനകളിൽ നിന്ന് പഴയ താപ്പാനങ്ങളെല്ലാം പുറത്താക്കപ്പെടണം. പുതിയ കഴിവുള്ള ലഹരിക്ക് അടിമകളല്ലാത്ത ചെറുപ്പക്കാരുടെ നല്ല നേതൃത്വം വരണം. കഴിവുള്ള സംവിധായകർ ഉയർന്നു വന്ന് അവരുടെ കയ്യിൽ സിനിമയുടെ നിയന്ത്രണം നിൽക്കുന്ന ലെവലിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഒരു മാറ്റമുണ്ടാവൂ. അല്ലെങ്കിൽ മഹാവിടന്മാർ വീണ്ടും ഇൻഡസ്ട്രി അടക്കി ഭരിക്കും. നാളെ നസ്രിയയുടെ മകളുടെ നായകനായി ഇവർ അഭിനയിക്കുകയും ചെയ്യും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.